ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് ഫോർ എ ഗൈഡ്. ഇത് നമ്മുടെ പാർട്ട് 5 ആണ്. ഇതിനകത്ത് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ അവസാന ഭാഗമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാരഗ്രാഫ് 16 മുതൽ 20ാമത്തെ പാരഗ്രാഫ് വരെ അതിൽ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. മാർത്തയും പ്രിൻസിപ്പലും തമ്മിലുള്ള കോൺവെർസേഷനാണ് നടക്കുന്നത്. ഗ്രാൻഡ് ഫാദർ സ്കോളർഷിപ്പിനുള്ള $15 കൊടുക്കാൻ വിസമ്മതിച്ച കാര്യം മാർത്ത പ്രിൻസിപ്പലിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് 200 ഏക്കറോളം ഫാമുള്ള ഗ്രാൻഡ് ഫാദർ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു അപേക്ഷ റിഫ്യൂസ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 16ാമത്തെ പാരഗ്രാഫ് തുടങ്ങാം. I looked at him, forcing my eyes to stay dry. I looked at him. I means മാർത്ത പ്രിൻസിപ്പലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോഴ്സിങ് മൈ ഐസ് ടു. ഫോഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ചെയ്യുക അല്ലേ? അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോഴ്സ് ചെയ്യുന്നത്? മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ. അതായത് കണ്ണ് നിറയാതിരിക്കാൻ, ആ കണ്ണ് സങ്കടം കൊണ്ട് നിറയാതിരിക്കാൻ അവൾ ഒരുപാട് പണിപ്പെടുന്നുണ്ട്. I know, sir. But he said if I had to pay for it, then it would be a scholarship jacket. അപ്പോൾ എന്താ മാർത്ത പറയുന്നത്? I know, sir. എനിക്കതറിയാം. But he said, പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ if I had to pay for it, ഞാൻ ആ സ്കോളർഷിപ്പ്, ഇറ്റ് മീൻസ് സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടിയിട്ട് പണം അടയ്ക്കുകയാണെങ്കിൽ then it wouldn't be a scholarship jacket. പിന്നീട് അത് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. I stood up to leave. അതും പറഞ്ഞിട്ട് മാർത്ത എണീറ്റ് നിൽക്കുകയാണ് അവിടെ നിന്നും പുറത്തേക്ക് പോകാനായിട്ട്. എന്തുകൊണ്ടാണ് അത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞത്? സ്കോളർഷിപ്പ് എപ്പോഴും വിദ്യാഭ്യാസം നേടിയതിൻ്റെ അല്ലെങ്കിൽ 8 വർഷത്തോളം ആ ഏറ്റവും ടോപ്പ് മാർക്ക് മെയിൻറ്റെയിൻ ചെയ്ത കുട്ടിക്കാണ് കിട്ടുന്നത്, അല്ലാതെ പണം കൊടുക്കുന്ന കുട്ടിക്കല്ലല്ലോ കിട്ടേണ്ടത്. ആ അർത്ഥത്തിലാണ് മാർത്ത പറഞ്ഞിരിക്കുന്നത്. I guess you will just have to give it to Joanne. I hadn't meant to say that. It had just slipped out. അപ്പോൾ I stood up to leave. മാർത്ത അവിടെ നിന്നും പോവാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. I guess you will just have to give it to Joanne. പെട്ടെന്ന് അവൾ പറഞ്ഞു പോവുകയാണ്. I guess you will just have to give it to Joanne. അതായത് ജോആനിന് നിങ്ങളത് കൊടുത്തേക്ക്, ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുത്തേക്കൂ എന്ന് അറിയാതെ അങ്ങ് മാർത്ത പറഞ്ഞു പോവുകയാണ്. I hadn't meant to say that. ഞാനത് പറയണം എന്ന് ഉദ്ദേശിച്ചതല്ല. It had just slipped out. അത് പെട്ടെന്ന് എൻ്റെ വായിൽ നിന്നും അങ്ങ് വീണതാണ്, അറിയാതെ ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. I was almost to the door when he stopped me. Martha, wait. അപ്പോൾ മാർത്ത ഇത് പറഞ്ഞിട്ട് അവൾ ഡോറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. when he stopped me, ആ സമയത്ത് പ്രിൻസിപ്പൽ അവളെ സ്റ്റോപ്പ് ചെയ്യാണ്. മാർത്ത, വെയിറ്റ്. മാർത്ത അവിടെ നിൽക്കൂ. 17ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം. I turned and looked at him. അപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നു വെയിറ്റ് ചെയ്യൂ മാർത്ത, അവിടെ നിൽക്കൂ. I turned and looked at him. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു, എന്നിട്ട് അദ്ദേഹത്തെ നോക്കി. വെയിറ്റിംഗ്, അവിടെ കാത്തിരുന്നു. അദ്ദേഹത്തിന് ഇനി എന്താണ് അടുത്ത് പറയാൻ പോകുന്നതെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഡിഡ് ഹി വാണ്ട് നൗ? അദ്ദേഹത്തിന് ഇനി എന്താണ് വേണ്ടത്? ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ് ലൗഡ്ലി ഇൻ മൈ ചെസ്റ്റ് നെഞ്ച് അല്ലേ? പൗണ്ടിങ് മീൻസ് മിടിക്കുക, ഹാർട്ട് ബീറ്റ്, ഹൃദയം ഇങ്ങനെ മിടിക്കുകയാണ്. ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ് ലൗഡ്ലി, വളരെ ഉച്ചത്തിൽ ഇങ്ങനെ മിടിക്കുന്നത്. ആ ചെസ്റ്റിൽ നിന്നും നമുക്ക് അവളുടെ ചെസ്റ്റിൽ നിന്നും ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ശബ്ദം വളരെ ഉച്ചത്തിൽ ഇങ്ങനെ കേൾക്കാം. സംതിങ് ബിറ്റർ ആൻഡ് വൈൽഡ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. സംതിങ് ബിറ്റർ എന്ന് എന്താ? കയ്പുള്ളത്. വൈൽ മീൻസ് ഹീനമായിട്ടുള്ള, അൺപ്ലസൻ്റ് ആയിട്ടുള്ളത്, അത്ര രസകരമല്ലാത്തത്. വൈൽ ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്, എൻ്റെ വായിൽ നിന്ന് എന്തോ ഒരു
ഒരു കയ്പ്പ് പോലെ, ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഇങ്ങ് വരികയാണ്. ഐ വാസ് അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പേടിച്ചു. ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്. എനിക്ക് എന്തോ അസുഖം വരാൻ പോകുന്നത് പോലെ, ഞാൻ എന്തോ അസുഖകാരിയാകാൻ പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഐ ഡിഡൻറ്റ് നീഡ് എനി സിമ്പതി സ്പീച്ചസ്. എനിക്ക് സിമ്പതി സ്പീച്ചസ്, അതായത് സഹതാപം കൊണ്ടുള്ള ഒരു വാക്കുകളും കേൾക്കണ്ട, എനിക്ക് ഇനി സഹതാപം വേണ്ട. ഹി സൈഡ് ലൗഡ്ലി ആൻഡ് വെൻറ്റ് ബാക്ക് ടു ഹിസ് ബിഗ് ഡെസ്ക്. ഹി സൈഡ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക, ശ്വാസോച്ഛ്വാസം ഇങ്ങനെ ലൗഡായിട്ട് വളരെ ഉച്ചത്തിലിങ്ങനെ ഒരു നെടുവീർപ്പിടുകയാണ്. ആര്? പ്രിൻസിപ്പൽ. ആൻഡ് വെൻറ്റ് ബാക്ക് ടു ഹിസ് ബിഗ് ഡെസ്ക്. എന്നിട്ട് ആ വലിയ ഡെസ്കിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി. ഹി വാച്ച്ഡ് മീ ബിറ്റിംഗ് ഹിസ് ലിപ്പ്. ഓക്കെ, വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. ഐ വിൽ ടെൽ ദ ബോർഡ് യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. പെട്ടെന്ന് പ്രിൻസിപ്പൽ പറയുവാണ്, ഹി വാച്ച്ഡ് മീ. അദ്ദേഹം എന്നെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിറ്റിംഗ് ഹിസ് ലിപ്പ്. ബിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടിക്കുക, രണ്ട് ലിപ്പ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്തോ ഒന്ന് പറയുകയാണ്. ഓക്കെ, പെട്ടെന്ന് അദ്ദേഹം ശരി. വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റി നിർത്തുക, ഒഴിവാക്കുക. അതായത് എൻ്റെ കാര്യത്തിൽ ഒരു കഴിവ് ഞങ്ങൾ തരാം. ഐ വിൽ ടെൽ ദ ബോർഡ്. ഞാൻ സ്കൂൾ ബോർഡിനോട് പറയാം, മാനേജ്മെൻറ്റിനോട് പറയാം. യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. അപ്പം ഇക്കാര്യത്തിൽ നീ പണം പേ ചെയ്യണ്ട, നിൻ്റെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ഞങ്ങൾ നൽകാം. ഞാനതിന് സ്കൂൾ ബോർഡിനോട് റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് തന്നെ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും. ഇനി 18ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഇയേഴ്സ്. എനിക്കെൻ്റെ ചെവികളെ ബിലീവ് ചെയ്യാൻ സാധിച്ചില്ല, അതായത് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്താണ് ഞാൻ കേൾക്കുന്നത്? സത്യമാണോ എന്ന് ഒരു സംശയം തോന്നുകയാണ് മാർത്തയ്ക്ക്. ഐ സ്പോക്ക് ഇൻ എ ട്രംബ്ലിംഗ് റഷ്. ഓ താങ്ക് യു സർ. പെട്ടെന്ന് ഐ സ്പോക്ക്, ഞാൻ പറഞ്ഞു. ട്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. റഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ പെട്ടെന്ന് കുതിച്ച് ചാടുന്നതിനെ ആണ് റഷ് എന്ന് പറയുന്നത്. അപ്പം വളരെ വിറയ്ക്കുന്ന ശബ്ദത്തോടു കൂടി പെട്ടെന്ന് നമ്മളങ്ങ് പറയുകയാണ്, ഓ താങ്ക് യു സർ, നന്ദി. സഡൻലി, പെട്ടെന്ന്, ഐ ഫെൽറ്റ് ഗ്രേറ്റ്. ഞാൻ എന്തോ ആയതുപോലെ, എനിക്ക് വളരെ മഹത്വം. ഐ ഫെൽറ്റ് ഗ്രേറ്റ്, എന്തോ ഒരു മഹത്വം എനിക്ക് തോന്നി. ഐ ഡിഡൻറ്റ് നോ അബൌട്ട് അഡ്രിനാലിൻ ഇൻ ദോസ് ഡേയ്സ്, ബട്ട് ഐ ന്യൂ സംതിങ് വാസ് പമ്പിങ് ത്രൂ മീ, making me feel as tall as the sky. I didn't know about adrenaline in those days. ആ സമയത്ത് എനിക്ക് അഡ്രിനാലിനെ കുറിച്ചൊന്നും എന്താ പറയുക, ചിന്തയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ ഹോർമോണാണ് അല്ലേ. എക്സൈറ്റ്മെൻറ്റൊക്കെ വരുമ്പോൾ ബോഡി എന്താ പറയുക, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അപ്പോൾ അന്നത്തെ ആ ഒരു പ്രായത്തിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ന്യൂ സംതിങ് വാസ് പമ്പിങ് ത്രൂ മീ. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാൻ സാധിച്ചു. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ ബോഡിയിലൂടെ എന്തോ ഒന്ന് പമ്പ് ചെയ്യുന്നുണ്ട്. മേക്ക് മീ ഫീൽ ആസ് ടോൾ ആസ് ദ സ്കൈ. ആകാശം മുട്ടോളം എന്നെ വളർത്താനുള്ള എന്തോ ഒന്ന്, അങ്ങനെ ഫീൽ ചെയ്യാനുള്ള എന്തോ ഒരു സാധനം എൻ്റെ ബോഡിയിലൂടെ പമ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ വാണ്ടഡ് ടു യെൽ, ജംപ്, റൺ ദ മൈൽ, ഡു സംതിങ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ തോന്നി. എന്തൊക്കെ ചെയ്യാനാണ് തോന്നുന്നത്? ഐ വാണ്ടഡ് ടു യെൽ എന്ന് പറഞ്ഞാൽ അലറുക, ഉച്ചത്തിൽ പറയുക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്രോശിക്കുക, ശബ്ദം ഉണ്ടാക്കുക, അതിനാണ് ഈ യെൽ എന്ന് പറയുന്നത്. പിന്നെയോ ചാടാൻ തോന്നി, റൺ ദ മൈൽ, ഓടാൻ തോന്നി, ഡു സംതിങ്, എന്തൊക്കെയോ ചെയ്യാൻ തോന്നി. അപ്പോൾ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് ഉച്ചത്തിൽ എന്തെല്ലാം അലറി വിളിക്കണമെന്ന് തോന്നി, ചാടണമെന്ന് തോന്നി, അതുപോലെ തന്നെ ഓടണമെന്ന് തോന്നി, എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നി. ഐ റാൻ ഔട്ട് സോ ഐ കുഡ് ക്രൈ ഇൻ ദ ഹോൾ വേർ ദർ വാസ് നോ വൺ ടു സീ മീ. അതായത് ഐ റാൻ ഔട്ട്, ഞാൻ പുറത്തേക്ക് ഓടി. സോ ഐ കുഡ് ക്രൈ ഇൻ ദ ഹോൾ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹോളിൽ നിന്നും കരയാൻ സാധിക്കും. വേർ ദർ വാസ് നോ വൺ ടു സീ മീ, അവിടെ ഞാൻ കരയുന്നത് കാണാൻ ആരും ഉണ്ടാവില്ല. ആരും കാണാതെ എനിക്ക് ആ കരച്ചിൽ, സന്തോഷം വരുമ്പോഴും കരയുമല്ലോ. അപ്പോൾ ആ സന്തോഷം, അടക്കാനാവാത്ത സന്തോഷത്തിൽ അവൾക്ക് കരയണമെന്ന് തോന്നുവാണ്.
അങ്ങനെ ഹാളിൽ വെച്ച് അവൾ കരയുകയാണെങ്കിൽ ആർക്കും അവളെ ആ കരയുന്ന കാഴ്ച കാണാൻ സാധിക്കില്ലല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മിസ്റ്റർ സ്മിത്ത് winked at me and said, I hear you are getting the scholarship jacket this year. At the end of the day, ആ ഒരു ദിവസത്തിൻ്റെ അവസാന സമയത്ത്, ആ ദിവസത്തിൻ്റെ എന്താ പറയുക ഈവനിങ് ആയപ്പോൾ മിസ്റ്റർ സ്മിത്ത് വിങ്ക്ഡ് അറ്റ് മീ. വിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണടയ്ക്കുക. മിസ്റ്റർ സ്മിത്തിന് ആര് കാണുകയാണ്? മാർത്ത കാണുകയാണ്. നമ്മൾ അതേ കണ്ടു. മിസ്റ്റർ സ്മിത്ത് മാർത്തയ്ക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആർഗ്യൂ ചെയ്യുന്നുണ്ട് അവൾക്ക് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം അവളോട് കണ്ണടച്ച് കാണിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആൻഡ് സെഡ്, ഐ ഹിയർ യു ആർ ഗെറ്റിംഗ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ദിസ് ഇയർ. ഞാൻ കേട്ടല്ലോ ഈ വർഷം നിനക്കാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നതെന്ന്. ഇനി 19ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം. ഹിസ് ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെൻ്റ് ആസ് എ ബേബീസ്, ബട്ട് ഐ ന്യൂ ബെറ്റർ. എന്താ പറയുന്നത്? ഹിസ് ഫേസ് ആരുടെ ഫേസാണ്? മിസ്റ്റർ സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി, വളരെ സന്തോഷവാനായിട്ടാണ് കാണപ്പെട്ടത്. ആൻഡ് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്കളങ്കത. വളരെ ഇന്നസെൻ്റ് ആയിട്ട് കാണപ്പെട്ടു. ആസ് എ ബേബീസ് ബട്ട് ഐ ന്യൂ ബെറ്റർ. ഒരു കുട്ടിയെപ്പോലെ, കുട്ടികൾക്ക് എപ്പോഴും ഇന്നസെൻസ് ഉള്ളതാണല്ലേ. അപ്പോൾ ആ കുട്ടികളുടെ മുഖം പോലെ അദ്ദേഹം നിഷ്കളങ്കനായിട്ടും അതുപോലെ തന്നെ വളരെ സന്തോഷവാനായിട്ടും കണ്ടെത്തി. അത് എന്താ പറയുക, കാണാൻ സാധിച്ചു. ഐ ന്യൂ ബെറ്റർ, എനിക്ക് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഒരു കാര്യം എനിക്ക് വളരെയധികം നന്നായിട്ടറിയാം. വിതൗട്ട് ആൻസറിങ് ഐ ഗേവ് ഹിം എ ക്വിക്ക് ഹഗ് ആൻഡ് റാൻ ടു ദ ബസ്. വിതൗട്ട് ആൻസറിങ്, അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ ഇത്തവണ നീയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടാൻ പോകുന്നതെന്ന്. അതിന് അവളൊരു ആൻസറും അവൾ മറുപടിയൊന്നും കൊടുത്തില്ല. അതിന് പകരം എന്ത് ചെയ്തു? ഐ ഗേവ് ഹിം എ ക്വിക്ക് ഹഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആലിംഗനം, കെട്ടിപ്പിടുത്തം. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ പെട്ടെന്നൊന്ന് ഹഗ് ചെയ്തു. ആൻഡ് റാൻ ടു ദ ബസ്, എന്നിട്ട് ബസ്സിലേക്ക് ഓടിക്കയറി. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം എഗെയിൻ. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് നടക്കുമ്പോഴൊക്കെ ഞാൻ കരയുകയായിരുന്നു. ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. പക്ഷേ ഈ സമയം ഞാൻ കരഞ്ഞത്, ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഐ കുഡിൻറ്റ് വെയിറ്റ് ടു ടെൽ ഗ്രാൻഡ് പാ ആൻഡ് റാൻ സ്ട്രൈറ്റ് ടു ദ ഫീൽഡ്. ഐ കുഡിൻറ്റ് വെയിറ്റ്, എനിക്ക് ഒരുപാട് കാത്തിരിക്കാൻ സാധിച്ചില്ല. ടു ടെൽ ഗ്രാൻഡ് പാ, ഇക്കാര്യം ഗ്രാൻഡ് പയോട് പറയാൻ വേണ്ടിയിട്ട് തിടുക്കമായി. ആൻഡ് റാൻ സ്ട്രൈറ്റ് ടു ദ ഫീൽഡ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അവൾ നേരെ ആ ഒരു ഫീൽഡിലേക്ക്, പയർ പാടത്തേക്ക് ഓടി. ഐ ജോയിൻ ഹിം ഇൻ ദ റോ വേർ ഹി വാസ് വർക്കിംഗ്. ഐ ജോയിൻഡ്, മാർത്ത എന്ത് ചെയ്തു? ആ ഒരു പയർ പാടത്തിലൂടെ, ആ നിരയിലൂടെ അദ്ദേഹം വർക്ക് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഓരോ ജോലി എടുക്കാൻ വേണ്ടിയിട്ട് ഇവളും ഒന്ന് കൂടി. ആൻഡ് വിതൗട്ട് സേയിങ് എനിത്തിങ്, എന്നിട്ട് ഒന്നും പറയാതെ എന്ത് ചെയ്തു? ഐ ക്രൗച്ച്ഡ് ഡൗൺ ആൻഡ് സ്റ്റാർട്ടഡ് പുള്ളിങ് അപ്പ് ദ വീഡ്സ് വിത്ത് മൈ ഹാൻഡ്സ്. ഐ ക്രൗച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കുനിഞ്ഞു. ഐ ക്രൗച്ച്ഡ് ഡൗൺ, താഴേക്ക് കുനിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? സ്റ്റാർട്ടഡ് പുള്ളിങ് അപ്പ് ദ വീഡ്സ് വിത്ത് മൈ ഹാൻഡ്സ്. പുള്ളിങ് അപ്പ് എന്ന് പറഞ്ഞാൽ പറിക്കുക. എന്ത് പറിക്കുകയാണ്? വീഡ്സ്. അപ്പോൾ ആ ഒരു പയർപ്പാടത്ത് ഒരുപാട് വീഡ്സ്, കളകളുണ്ട്, പാഴ്പുല്ലുകളുണ്ട്, അതൊക്കെ പറിച്ചെടുക്കുകയാണ്. കൈകൾ കൊണ്ട് പറിക്കുകയാണ്. ആര്? മാർത്ത. ഗ്രാൻഡ് പാ വർക്ക്ഡ് എലോങ് സൈഡ് വിത്ത് മീ. എലോങ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരികെ. ഗ്രാൻഡ് പാ വർക്ക്ഡ് എലോങ് സൈഡ് മീ, എൻ്റെ അടുത്ത് തന്നെ നിന്നിട്ടാണ് ഗ്രാൻഡ് പാ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, അതായത് കുറച്ച് മിനിറ്റുകളായിട്ട് അദ്ദേഹം എൻ്റെ അരികിൽ തന്നെയുണ്ട്. ആൻഡ് ഹീ ഡിഡിൻറ്റ് ആസ്ക് വാട്ട് ഹാഡ് ഹാപ്പൻ. പക്ഷേ അദ്ദേഹം എന്നോടൊന്നും ചോദിച്ചില്ല എന്താണ് സംഭവിച്ചത്, എന്താണ് ഇത്ര സന്തോഷം എന്നൊന്നും ചോദിച്ചില്ല. ആഫ്റ്റർ ഐ ഹാഡ് എ ലിറ്റിൽ പൈൽ ഓഫ് വീഡ്സ് ബിറ്റ്വീൻ ദ റോസ് ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ഫേസ്ഡ് ഹിം. ആഫ്റ്റർ ഐ ഹാഡ് എ ലിറ്റിൽ പൈൽ ഓഫ് വീഡ്സ്, പൈൽ മീൻസ് കൂട്ടം. അപ്പോൾ എന്താണ് പൈൽ ഓഫ് വീഡ്സ് എന്ന് പറഞ്ഞാൽ കള പറിച്ചത് ഒരു കൂട്ടമായിട്ട് അവൾ എന്ത് ചെയ്യാണ്? ആ ഒരു പയറിൻ്റെ നിരയിലേക്ക് വയ്ക്കുകയാണ്. ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ഫേസ്ഡ് ഹിം, എന്നിട്ട് നേരെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി
നിന്നു. എന്നിട്ട് ദ പ്രിൻസിപ്പൽ സർ ഹാസ് മേക്കിംഗ് ആൻ എക്സെപ്ഷൻ ഫോർ മീ. പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു അദ്ദേഹം എൻ്റെ കേസിൽ ഒരു എക്സെപ്ഷൻ, എന്നെ ഒരു എന്താ പറയുക, ആ പണം കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഗ്രാൻഡ് പാ. ആൻഡ് ഐ ആം ഗെറ്റിംഗ് ദ ജാക്കറ്റ് ആഫ്റ്റർ ഓൾ. അപ്പോൾ എന്താണ്, എല്ലാത്തിനും ഉപരിയായിട്ട് എനിക്കാണ് ആ ജാക്കറ്റ് കിട്ടുന്നത്, ഞാനാണ് ആ സ്കോളർഷിപ്പിന് അർഹ എന്ന് ആര് പറഞ്ഞു? പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ആഫ്റ്റർ ഐ ടോൾഡ് ഹിം വാട്ട് യു സെഡ്. ദാറ്റ്സ് ആഫ്റ്റർ ഐ ടോൾഡ് ഹിം വാട്ട് യു സെഡ്. എന്താണ്? ഗ്രാൻഡ് പാ എന്നോട് പറഞ്ഞില്ലേ ആ പണം നൽകില്ല എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിന്നെ ഇതിൽ നിന്നും ഇനി ഒഴിവാക്കിയിട്ടുണ്ട്, അതായത് പണം തരുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്, നിനക്ക് തന്നെ ഇത്തവണ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും എന്നുള്ളത്. 20ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം. ഗ്രാൻഡ് പാ ഡിഡ്ന്റ് സേ എനിത്തിങ്. ഗ്രാൻഡ് പാ എന്നോടൊന്നും പറഞ്ഞില്ല. ഹി ജസ്റ്റ് ഗേവ് മീ എ പാറ്റ് ഓൺ ദ ഷോൾഡർ ആൻഡ് എ സ്മൈൽ. അദ്ദേഹം എന്താണ് ചെയ്തത്? പാറ്റ് എന്ന് പറഞ്ഞാൽ മൃദുവായി തട്ടുക. അദ്ദേഹം ജസ്റ്റ് എന്ത് ചെയ്തു? അവളുടെ ഷോൾഡറിൽ പതുക്കി ഒന്ന് പാറ്റ് ചെയ്തു, പതുക്കി ഒന്ന് തട്ടി. ആൻഡ് എ സ്മൈൽ, എന്നിട്ടൊരു പുഞ്ചിരി നൽകി. ഹി പുൾഡ് ഔട്ട് ദ ക്രംബിൾഡ് red handkerchief that he always carried in his back pocket and wiped the sweat off his forehead. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഹി പുൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്ക് എടുക്കുക. ദ ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ ചുളിഞ്ഞ, ഒരു ചുളിവ് വീണ ഒരു റെഡ് ഹാൻഡ് കർച്ചീഫ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്തു. ഹി ഓൾവേസ് ക്യാരീഡ് ഇൻ ഹിസ് ബാക്ക് പോക്കറ്റ്. അദ്ദേഹത്തിൻ്റെ ബാക്ക് പോക്കറ്റിൽ എപ്പോഴും അത് ക്യാരി ചെയ്യും, എപ്പോഴും ഉണ്ടാവും. ആൻഡ് വൈപ്ഡ് ദ സ്വെറ്റ് ഓഫ് ഹിസ് ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം അല്ലേ, നെറ്റിയിലുള്ള ആ വിയർപ്പ്. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ് തുള്ളി. അപ്പോൾ വിയർപ്പ് എന്ത് ചെയ്യാണ്? വൈപ്പ് ചെയ്യാണ്, ഉപ്പിയെടുക്കുകയാണ്. ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സപ്പർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ നെറ്റി ഇങ്ങനെ തുടച്ചിട്ട് പറയുകയാണ്, ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്താഴം, വൈകിട്ടുള്ള ഫുഡിനാണ് അത്താഴം എന്ന് പറയുന്നത്. നിനക്ക് നല്ലതെന്താണ്? നിനക്ക് അടുക്കളയിൽ പോയിട്ട്, കിച്ചണിൽ പോയിട്ട് ഗ്രാൻഡ് മദറിനെ ഒന്ന് സഹായിക്കാം, സപ്പറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം. നീ അതുകൊണ്ട് അകത്തേക്ക് പൊയ്ക്കോളൂ. എന്നിട്ട് ഗ്രാൻഡ് മദറിനെ അത്താഴത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കൂ. ഐ ഗേവ് ഹിം എ ബിഗ് ഗ്രിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചിരി, പരിഹാസം പോലെയൊക്കെയുള്ള ഒരു ചിരി. പെട്ടെന്ന് അവളിത് കേട്ടപ്പോൾ അങ്ങ് ചിരിച്ചു പോയി. ഹി ഡിഡ്ന്റ് ഫൂൾ മീ. അദ്ദേഹം എന്നെ ഫൂളാക്കുകയല്ലോ. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസ്ലിംഗ് സം സില്ലി ട്യൂൺ. അപ്പോൾ അവൾ വളരെ സന്തോഷത്തോടു കൂടി ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്, ഇനി സപ്പറിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു ഓടുമ്പോൾ അവളൊരു ഒരു ട്യൂൺ, ഒരു പാട്ടിങ്ങനെ മൂളുന്നുമുണ്ട്. വിസ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂളുക. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ടും പാടിക്കൊണ്ടാണ് അവൾ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത്. അപ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് അർഹതപ്പെട്ട മാർത്തയ്ക്ക് തന്നെ കിട്ടും എന്നുള്ള സന്തോഷത്തിലാണ് അവൾ. ഈ കഥ വളരെ മനോഹരമായിട്ട് തന്നെ അവസാനിച്ചു. നിങ്ങളത് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്തുള്ള 12 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പോയം പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.